ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 2ാമത്തെ യൂണിറ്റ് വോയിസസ് ഇൻ യൂണിറ്റ്സ്. എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് മാത്രമല്ല, നമ്മൾ എല്ലാ ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും കാണാൻ കഴിയും. നമ്മൾ പ്ലേലിസ്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പ്ലേലിസ്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. ഇംഗ്ലീഷ് മാത്രമല്ല, മലയാളവും മാത്സും തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡ് അവൈലബിൾ ആണ്. അപ്പോൾ 2ാമത്തെ യൂണിറ്റ് വോയിസസ് ഇൻ യൂണിസൺ അല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പേജ് ചിത്രം നോക്കൂ. എന്താണ് ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? കുറേ പേര് ചേർന്നിട്ട് ഒരു ഡോഗിനെ സേവ് ചെയ്യണം, രക്ഷപ്പെടുത്തുന്നത്. വെള്ളത്തിൽ വീണ ഡോഗിനെ എല്ലാവരും കൂടെ ചേർന്ന്, ഒരാളാണോ രക്ഷപ്പെടുത്തുന്നതല്ല, കുറേ പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഡോഗിനെ അവിടെ നിന്ന് സേവ് ചെയ്യുന്നത്, രക്ഷപ്പെടുത്തുന്നത് അല്ലേ. അത് എന്താണ് നമുക്കിത് കാണുമ്പോൾ, ചിത്രം കാണുമ്പോൾ മനസ്സിലാവുന്നത്? അതെ, ഒന്നിച്ച് നിന്നിട്ടുള്ള ടീം വർക്കിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ അതായത് ഒന്നിച്ച് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരും വോയിസസ് ഇൻ യൂണിസൺ എന്ന് വെച്ചാൽ ഒരേ സ്വരത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഒത്തൊരുമിച്ച് ഒന്നിച്ച് നിൽക്കുക, ഒരേ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുക, ഒത്തൊരുമയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ യൂണിറ്റിന്റെ ചാപ്റ്ററിൽ, നമ്മുടെ ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 സ്റ്റോറിയും ഒരു പോമും. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് പേജിൽ തന്നെ ഹെലൻ കെല്ലറിന്റെ കോട്ടോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് ഹെലൻ കെല്ലർ എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയില്ലേ? അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ഒന്ന് കണ്ടു നോക്കുക. ഷോർട്ടിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹെലൻ കെല്ലർ ആരാണെന്നുള്ളതാണ് നമ്മൾ ആ ഷോർട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹെലൻ കെല്ലറിന്റെ കോട്ട് എന്താണ്? എലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. എന്ന് വെച്ചാൽ എന്താ? തനിയെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്നാൽ ഒന്നിച്ച് നിൽക്കുമ്പോൾ, എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് പവർ ഓഫ് ടീം വർക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഒന്നിച്ച് നിൽക്കുക, ഒത്തൊരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ചിത്രം കാണുമ്പോൾ നമുക്ക് ചിത്രത്തിന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ദേ വർക്ക് ടുഗദർ ടു സേവ് ദ ഡോഗ്. ഡോഗിനെ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യണം. ദാറ്റ് ഷോസ് ഹൗ പവർഫുൾ ടീം വർക്ക് ക്യാൻ ബി. അതെന്താണ് കാണിച്ചു തരുന്നത്? ടീം വർക്കിന്റെ ഒരു പവറാണ് നമുക്ക് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരാൾ വിചാരിക്കണം ആ ഡോഗിനെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ എല്ലാവരും കൂടെ ശ്രമിച്ചപ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ആ ഡോഗിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് പേജ് ഡോർവേ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ കംപ്ലീറ്റ് നമ്മൾ ടീം വർക്കിനെ കുറിച്ചും ഹാർഡ് വർക്കിനെ കുറിച്ചും അതായത് നമ്മുടെ ഒത്തൊരുമയെ കുറിച്ചൊക്കെ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡോർവേയിലും ഇതുപോലെ ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? അതെ, ബീച്ച് സൈഡ് അല്ലേ, കടൽ തീരത്തിരുന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്? മണൽ കൊണ്ട് കൊട്ടാരം നിർമ്മിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരാളാണോ ചെയ്യുന്നത്? അല്ല, എല്ലാവരും കുറച്ച് കൂട്ടുകാരെ കൂടെ ഒന്നിച്ചാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്ക്, ഇതുപോലെ നിങ്ങളും ചെയ്തിട്ടില്ലേ? ബീച്ചിലൊക്കെ പോണ സമയത്ത് ഇതുപോലെ മണൽ കൊണ്ട് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലേ ഇതുപോലെയൊക്കെ? അപ്പൊ അതേപോലെ കുറച്ച് കൂട്ടുകാർ എന്താ ചെയ്യുന്നത്? ഒരു കൊട്ടാരം നിർമ്മിക്കുകയാണ് അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? They are playing with the sand by building a sand castle. എന്താ ചെയ്യുന്നത്? സാൻഡ് വെച്ച് കളിക്കുകയാണ്. എങ്ങനെ കളിക്കുന്നത്? സാൻഡ് കാസ്റ്റിൽ വെച്ച് എന്താ? കൊട്ടാരം അല്ലേ, പാലസ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു മണൽ കൊണ്ട് കൊട്ടാരം നിർമ്മിച്ചിട്ട് അവർ കളിക്കുകയാണ്. ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ ഹൗ? കുട്ടികൾ എന്ത് ചെയ്യുന്നു? പരസ്പരം സഹായിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഒരു പരസ്പരം സഹായിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, അവർ ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? രണ്ട് ആൾക്കാർ നിന്നിട്ട് കൊട്ടാരം നിർമ്മിക്കും. ബാക്കിയുള്ളവർ വെച്ച് എന്ത് ചെയ്യാണ്? മണൽ കൊണ്ടുവരികയാണ് അല്ലെ. മണലും അതുപോലെ അത് നിർമ്മിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. സോ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? യെസ്, ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ ബൈ കളക്ടിങ് സാൻഡ് ആൻഡ് അതർ മെറ്റീരിയൽസ് നീഡഡ് ഫോർ ദെയർ കാസ്റ്റിൽ. നെക്സ്റ്റ്, third question, have you worked with your friends to make something interesting? Share your experiences. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയണം. അതായത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതുപോലെ ചിത്രത്തിൽ കാണുമ്പോൾ എന്താണ്? ആ കാസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്യണല്ലേ. അപ്പോൾ ഇതുപോലെ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്ന് ഒന്നിച്ച് ചെയ്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദ റെയിൻബോ പീപ്പിൾ. എന്താണ് റെയിൻബോ എന്ന് വെച്ചാൽ അറിയില്ലേ നിങ്ങൾക്ക്? എന്താ റെയിൻബോ എന്ന് വെച്ചാൽ? മഴവില്ല് അല്ലേ. എന്താണ്? മഴവില്ല്. അപ്പൊ നമുക്ക് എന്താ സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷൻ ആദ്യം വായിക്കാം. Here is a story.
about people who stand together to make their home safe and peaceful. Here is a story about people who stand together to make their home safe and peaceful. എങ്ങനെയാണ് കുറേ ആളുകൾ അത് ഒന്നിച്ച് നിൽക്കുന്ന അവരുടെ വീട് സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം, സമാധാനപരമായിട്ടുള്ള ഒരു വീട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ഒന്നിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു കഥയാണ് നമ്മൾ ദ റെയിൻബോ പീപ്പിൾ എന്ന സ്റ്റോറിയിൽ പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് സെക്ഷന്റെ പേരെന്താണെന്ന് നോക്കൂ. ബീനത്ത് ദ ക്വൈറ്റ് സ്കൈ. എന്താണ് അതിന്റെ അർത്ഥം? എന്താ? ശാന്തമായ ആകാശത്തിന് താഴെ. ഓക്കെ, എന്താ ചിത്രത്തിൽ കാണുന്നത്? ചിത്രം കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാവരുടെയും ഡ്രസ്സിന്റെ നിറം എന്താ? ഒരേ നിറമാണ് അല്ലേ? വളരെ എല്ലാവരും വഴക്കടിക്കുകയാണോ? അല്ല, അവരെല്ലാവരും വളരെ ശാന്തമായിട്ട് എന്ത് ചെയ്യും? റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിന് കഥ സ്റ്റാർട്ട് ചെയ്യാം. On a vast sandy land, there was a warm and peaceful village. The villagers were simple and kind-hearted. They had never met any outsiders. They enjoyed the calm and quiet life of their village. എന്താ പറയുന്നത്? എവിടെയാണ് കഥ നടക്കുന്നത്? On a vast sandy land എന്ന് വെച്ചാൽ വളരെ പരന്നു കിടക്കുന്ന, വിശാലമായി പരന്നു കിടക്കുന്ന മണലാണ് അവിടെ മുഴുവൻ അല്ലേ? ഒരു മരുഭൂമി പോലെ മണലുള്ള ഒരു സ്ഥലമാണ്, സാൻഡി ലാൻഡ് ആണ്. There was a warm and peaceful village. അവിടെ എങ്ങനത്തെ ഗ്രാമമാണ്? വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. The villagers were simple and kind-hearted. അവിടെയുള്ള villagers എന്ന് വെച്ചാൽ ആരാണ്? ഗ്രാമവാസികൾ. അവിടെയുള്ള ഗ്രാമവാസികൾ എങ്ങനെയാണ്? വളരെ എങ്ങനത്തെ ആൾക്കാരാണെന്നാ പറയണത്? സിമ്പിൾ ആണ് അല്ലേ? ആർഭാടമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ? അല്ല. എങ്ങനെയാണ് അവര്? they were simple and kind-hearted എന്ന് വെച്ചാൽ എന്താ? വളരെ ദയയുള്ള മനുഷ്യന്മാരായിരുന്നു, നല്ല ആൾക്കാരാണ്. They had never met any outsiders. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ ഗ്രാമത്തിന്റെ വെളിയിലുള്ള ആൾക്കാരൊന്നും അവർ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, they enjoyed the calm and quiet life of their village. അവരുടെ ഗ്രാമത്തിലെ ആ സമാധാനപരമായിട്ടും വളരെ ക്വൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ബഹളമൊന്നുമില്ല, ശാന്തമായിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് അല്ലെ? വളരെ അവിടെ ബഹളങ്ങളോ വണ്ടിത്തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒരു ബഹളവും ഇല്ലാത്ത വളരെ ക്വൈറ്റ് ലൈഫാണ്, കാം ലൈഫായിട്ടുള്ള അവരുടെ വില്ലേജ് ലൈഫ് അവർ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അവരെല്ലാവരും വളരെയധികം സംതൃപ്തരായിരുന്നു. നെക്സ്റ്റ്, one bright morning, the sun sprinkled its glowing golden light across the wide and clear sky. The villagers gathered in their usual spots. Some rested under the shade of tall trees. Some people sat cross-legged on the soft sand. A few children lay on the ground, sketching patterns in the sand with sticks. എന്താ പറയണത്? വൺ ബ്രൈറ്റ് മോർണിംഗ്. എങ്ങനെയുള്ള ദിവസമായിരുന്നു? ഒരു നല്ല മോർണിംഗ് അല്ലേ? നല്ല മോർണിംഗ് സമയത്ത്. അപ്പൊ എങ്ങനെയാണ് സണ്ണിനെ വർണ്ണിച്ച് പറയണം, സൂര്യനെ വർണ്ണിച്ചിവിടെ പറയണ ദ സൺ സ്പ്രിങ്കിൾഡ് ഇറ്റ്സ് ഗ്ലോയിങ് ഗോൾഡൻ ലൈറ്റ് അക്രോസ് ദ വൈഡ് ആൻഡ് ക്ലിയർ സ്കൈ എന്ന് വെച്ചാൽ എന്താണ്? അതെ, ആ സൂര്യന്റെ വെളിച്ചം, ആ ഷൈനിങ് ആയിട്ടുള്ള ഗോൾഡൻ ലൈറ്റ്സ് എല്ലായിടത്തും പരന്നു എന്ന് വെച്ചാൽ മോർണിംഗ് ആയിരുന്നു, നേരം വെളുത്തു. The villagers gathered in their usual spots. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? എന്നും ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ അവർ വന്നിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും ഡെയിലി ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ എന്നും വന്നിരിക്കുന്ന ആ സ്ഥലങ്ങളിലേക്കൊക്കെ അവർ വന്നിരുന്നു. സം റെസ്റ്റ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? കുറച്ച് ആളുകൾ സം റെസ്റ്റഡ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ടോൾ ട്രീസ്. ചിലർ എന്ത് ചെയ്യാണ്? വലിയ മരങ്ങളുടെ അടിയിൽ പോയിട്ട് ആ തണലത്ത് റെസ്റ്റ് എടുക്കുന്നു. സം പീപ്പിൾ സെറ്റ് ക്രോസ് ലെഗ്ഡ് ഓൺ ദ സോഫ്റ്റ് സാൻഡ്. ചില ആൾക്കാർ എന്ത് ചെയ്തു? ഇങ്ങനെ ഇതുണ്ട്, കാലുകൾ ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ഇട്ടിട്ട് എന്ത് ചെയ്യണം? സുഖമായിട്ട് കിടക്കണം, മണലിൽ കിടക്കുകയാണ് കേട്ടോ. എ ഫ്യൂ ചിൽഡ്രൻ ലേ ഓൺ ദ ഗ്രൗണ്ട് സ്കെച്ചിങ് പാറ്റേൺസ് ഇൻ ദ സാൻഡ് വിത്ത് സ്റ്റിക്ക്. ചില കുട്ടികളുണ്ട്, ഈ കുട്ടി കാണിക്കുന്നത് കണ്ടോ? അവർ കയ്യിലുള്ള വടി കൊണ്ട് മണലിൽ എന്ത് ചെയ്യാണ്? ചിത്രം വരയ്ക്കുകയാണ് അല്ലേ? അപ്പൊ അങ്ങനെ അവർ എന്ത് ചെയ്യണം? അവരുടെ പകൽ സമയം അങ്ങനെയാണ്. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ആ വില്ലേജിനെയും അവിടെയുള്ള ആളുകളെയും സ്പെഷ്യൽ ആക്കുന്നത്? എന്താണ്?
ഇവിടെ നമ്മൾ മീനിങ് കൊടുത്തിട്ടുണ്ട്. കൈൻഡ് ഹേർട്ട് എന്ന് വെച്ചാൽ ദയുള്ള, സ്പ്രിങ്കിൾ എന്ന് വെച്ചാൽ തളിക്കുക എന്ന് വെച്ചാൽ ആ സൂര്യന്റെ വെളിച്ചം ആകാശത്ത് മുഴുവൻ തളിച്ചു എന്ന് വെച്ചാൽ എന്താണ്, അവർ വർണ്ണിക്കുകയാണ് കേട്ടോ. സൂര്യരശ്മികളെ, സൂര്യന്റെ ആ ഒരു വെളിച്ചത്തെ വർണ്ണിക്കുകയാണ്. എങ്ങും വെളിച്ചം പരന്നു എന്ന് പറയുകയാണ്. അപ്പൊ what made the village and its people special? എന്താണ്? The villages were simple and kind-hearted. They had never met any outsiders. They enjoyed the calm and quiet life of their village. അവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു? വളരെ സിമ്പിളും കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ ഇതുവരെ പുറത്തുള്ള ഒരാൾക്കാരെയും കണ്ടിട്ടില്ല. അവർ അവരുടെ വില്ലേജിലുള്ള വളരെ ശാന്തസുന്ദരമായിട്ടുള്ള അന്തരീക്ഷം അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഡ്രോൺ പിക്ചേഴ്സ് ഓൺ സാൻഡ് വെൻ ആൻഡ് വെർ? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ മണലിലൊക്കെ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ചിലർ ചെയ്യുന്ന കാണാറുണ്ട് അല്ലേ? അതായത് മണലിലൊക്കെ നിങ്ങൾ ഇതുപോലെ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിത്രങ്ങൾ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോൾ, എവിടെ വെച്ചാണ് വരച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ്. നെക്സ്റ്റ് പേജ്, ദ സ്ട്രേഞ്ച് ബ്രീസ്. എന്താണ് സ്ട്രേഞ്ച് ബ്രീസ് എന്ന് വെച്ചാൽ? വിചിത്രമായ കാറ്റ്. ഓക്കെ, അങ്ങനെ അവർ മോർണിംഗ് സമയം അങ്ങനെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്ത് സംഭവിച്ചത്? Suddenly, a warm breeze swept through the village and made the air feel different and magical. Everyone looked upward. Wow, what a beautiful sight! Their eyes widened in wonder. എന്ത് സംഭവിച്ചു? പെട്ടെന്നാണ് എന്ത് സംഭവിക്കുന്നത്? A warm breeze swept through the village and made the air feel different and magical. പെട്ടെന്ന് എന്ത് സംഭവിക്കുകയാണ്? ഒരു നല്ല ഇളം ചൂടുള്ള ഒരു കാറ്റ് ഇങ്ങനെ അവരുടെ വില്ലേജിലോട്ട് ഒഴുകി വന്നു. ആ എയർ ഫുള്ള് അപ്പോൾ എന്തെങ്കിലും മാജിക്കൽ, എന്തൊക്കെയോ ഒരു മാജിക്കൽ ആവണം, ഡിഫറെൻ്റ് ആവണം അവർക്ക് ഫീൽ ചെയ്യുന്നത്. എവ്രിവൺ ലുക്ക്ഡ് അപ്വേർഡ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? എന്താണ് കാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മേലേക്ക് നോക്കട്ടെ. എവ്രിവൺ ലുക്ക്ഡ് അപ്വേർഡ്. എല്ലാവരും മേലേക്ക് നോക്കി. Wow, what a beautiful sight. Their eyes widened in wonder. അപ്പോൾ അവരെന്തോ അതിമനോഹരമായിട്ടൊരു കാഴ്ച കാണുകയാണ്. അപ്പോൾ അവർ പറയണം, ഓ വാവ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? വാവ് എന്ന് പറയില്ലേ? അതായത് നമുക്ക് അത്രയും അത്ഭുതകരമായിട്ട് നമ്മൾ എന്തെങ്കിലും കാണുകയൊക്കെ ചെയ്യുമ്പോൾ വാവ് എന്ന് പറയില്ലേ? അപ്പോൾ ഇവർ എന്തോ ഒരു വളരെ മനോഹരമായിട്ടുള്ള എന്തൊരു കാഴ്ച അവർ കാണുകയാണ് കേട്ടോ. വാട്ട് എ ബ്യൂട്ടിഫുൾ. എങ്ങനെയാണ് അവർ പറയുന്നത്? ആ കാഴ്ച എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് അവർ പറഞ്ഞിട്ട് അവർ ആ അത്ഭുതം കാരണം അവർ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വിടർത്തി അവർ നോക്കണം. എന്താണ് ആ കാഴ്ച അവർ ആസ്വദിക്കുകയാണ് കേട്ടോ. കളർഫുൾ റിബൺസ് ബിഗിൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. എന്തായിരുന്നു ആ കാഴ്ച? Fluttering like butterflies, blue ribbons drifted down and red ones spun like a magical top. Yellow ribbons floated like shedding autumn leaves. Green ones fell like fresh grass. എന്തായിരുന്നു അവർ കണ്ട കാഴ്ച? കളർഫുൾ റിബൺസ് ബിഗിൻ ടു ഫോൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്നും പല നിറത്തിലുള്ള റിബൺസ് വീഴാണ്, താഴോട്ട് വീഴാണ് കേട്ടോ. അവിടെ നിറങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ വില്ലേജിൽ അതുവരെ നിറങ്ങളൊന്നും ഇല്ല. അവരുടെ ഡ്രസ്സ് നോക്കൂ, എല്ലാമേ വൈറ്റ് ആണ് അല്ലേ? നിറങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർ ആ നിറങ്ങൾ കാണുകയാണ് കേട്ടോ. ആദ്യമായിട്ട് അവർ കാണുകയാണ് നിറങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയാണ്? വളരെ കളർഫുൾ ആയിട്ടുള്ള റിബൺസ് ആകാശത്ത് നിന്നും താഴേക്ക് വീഴാണ്. എങ്ങനെയാണ് വീഴുന്നത്? ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്. ആ റിബൺസിനെ ഇവിടെ വർണ്ണിച്ച് പറയുകയാണ്. എങ്ങനെയാണ് ആ റിബൺസ് എങ്ങനെയാണ് വീഴുന്നത്? അതെ, ചിറകടിച്ച് വരുന്ന പൂമ്പാറ്റകളെ പോലെ. ഫ്ലട്ടറിങ് ലൈക്ക് ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ ചിറകടിച്ച് വരുന്ന പൂമ്പാറ്റ കണ്ടിട്ടില്ലേ? അതുപോലെ റിബൺസ് താഴോട്ട് വീഴുകയാണ്. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ. അപ്പൊ ബ്ലൂ റിബൺസ് എങ്ങനെയാണ്? ഒഴുകി താഴേക്ക് വരുന്നു. ആൻഡ് ഡ്രിഫ്റ്റഡ് എന്ന് വെച്ചാൽ ഒഴുകുക, അതാണ് അർത്ഥം. ഡ്രിഫ്റ്റഡ് എന്ന് വെച്ചാൽ ഒഴുകുന്നു എന്നാണ്. അപ്പോൾ മേലിന്ന് താഴോട്ട് ഒഴുകി വരികയാണ് ബ്ലൂ റിബൺസ്. ആൻഡ് റെഡ് വൺസ് സ്പൺ ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് റെഡ് റിബൺസ് എങ്ങനെയാണ് വരുന്നത്? പമ്പരം പോലെ, മാജിക്കൽ മാന്ത്രിക പമ്പരം പോലെ കറങ്ങി വരികയാണ് കേട്ടോ റെഡ് റിബൺസ്. യെല്ലോ റിബൺസ് എങ്ങനെയാണ് വരുന്നത്? യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. എന്ന് വെച്ചാൽ ഇലകൾ, അതായത് ആ മഞ്ഞ കളർ ഇലകളൊക്കെ താഴേക്ക് വീഴില്ലേ? മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ വീഴുന്ന പോലെ യെല്ലോ റിബൺസ് വീഴുന്നു. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസ്. ഗ്രീൻ റിബൺസ് എങ്ങനെയാണ് വീഴുന്നത്? നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രാസ്, പുല്ലുകൾ വീഴുന്ന പോലെ ഗ്രീൻ റിബൺസ് വീഴുന്നു. അപ്പൊ ആ റിബൺസിനെ ഇവിടെ വർണ്ണിച്ച് പറയുകയാണ് കേട്ടോ, പറയുകയാണത്. അപ്പൊ ഈ കാഴ്ചകൾ അവർ അത്ഭുതത്തോടുകൂടെ, അവർ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ്. അപ്പൊ അവർ അത്ഭുതത്തോടുകൂടെ നോക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഹാപ്പൻ വെൻ ദ ബ്രീസ് സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്. അപ്പൊ ആ കാറ്റ് വീശിയപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്?
Colorful ribbons began to fall from the sky, fluttering like butterflies. Blue ribbons drifted down and red ones spun like a magical top. Yellow ribbons floated like shedding autumn leaves. Green ones fell like fresh grass. Next question. Which sentence in the story shows that the people were surprised? ഈ ഭാഗത്തിലെ ഏത് സെന്റൻസ് ആണ്? ആ പീപ്പിൾസ്, അവിടെ ആൾക്കാർ പീപ്പിള് വളരെയധികം സർപ്രൈസ് ആയി, ആ റിബൺസ് കണ്ട് ഒരുപാട് സർപ്രൈസ് ആയിട്ട് അവർ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സെന്റൻസ് ഏതാണ്? Wow, what a beautiful sight. Their eyes widened in a wonder. ഈ സെന്റൻസ് ആണ്. നെക്സ്റ്റ് പേജ്. റിബൺസ് ഓഫ് വണ്ടർ. അപ്പൊ അത്ഭുതത്തിന്റെ റിബൺസ് ആണ് അല്ലെ, അത്ഭുതകരമായിട്ടുള്ള റിബൺസ് അവരുടെ മേലെ വന്ന് വീഴുകയാണ്. The villagers run and eagerly grabbed the ribbons. They tied them around themselves. The color of the ribbons seemed to spread on their skin. Lily's blue ribbon made her resemble the sky. Max's red ribbon made him beam like the setting sun. Mia's green ribbon gave her the look of a lush green forest. Leo's yellow ribbon made him shine like the sun. They danced and played. It looked like vibrant plumes of a peacock. അപ്പൊ എങ്ങനെയാണ് ആ റിബൺസ് വന്ന് വീണു, നിലത്ത് വന്ന് വീണത്? വില്ലേജസ് എന്ത് ചെയ്തു? അവിടുത്തെ ആൾക്കാർ, ഗ്രാമവാസികൾ ഓടിപ്പോയിട്ട് ഈഗർലി ഗ്രാബ്ഡ് ദ റിബൺസ്, വളരെ വേഗത്തിൽ പോയിട്ട് ആ നിലത്ത് വീഴുന്ന റിബൺസ് എല്ലാം അവർ എടുത്തു. They tied them around themselves. എന്നിട്ട് ഇത് ചിത്രത്തിൽ കാണുന്ന പോലെ അവരെന്ത് ചെയ്യും? ആ റിബൺ അവരുടെ മേലെ കെട്ടി. The color of the ribbons seemed to spread on their skin. അപ്പൊ എന്ത് സംഭവിക്കണം? അവർ കെട്ടിയിരിക്കുന്ന റിബൺ ഏതാണോ അതിന്റെ കളർ അവരുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡ്രസ്സിലോട്ട് അല്ലെ, അവരുടെ ഡ്രസ്സിലോട്ടാണ് അവിടെ സ്കിൻ എന്നാ പറയണത്. അപ്പൊ അവരുടെ സ്കിന്നിലോട്ട് അല്ലെങ്കിൽ അവരുടെ ആ സ്കിന്നിലോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ആ കളർ, ആ റിബൺ പച്ചയാണെങ്കിൽ പച്ച കളർ, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലില്ലീസ് ബ്ലൂ റിബൺ മേഡ് ഹെർ റിസംബിൾ ദ സ്കൈ. അപ്പൊ ലില്ലി കെട്ടിയിരിക്കുന്നു, ലില്ലി എന്ന് ഒരാളുടെ പേരാണ് അല്ലെ. അപ്പൊ ലില്ലിയുടെ എന്താണ്, ലില്ലിയുടെ ബ്ലൂ റിബൺ എന്താ സംഭവിച്ചത്? ലില്ലി എടുത്തിരിക്കുന്നത് ബ്ലൂ റിബൺ ആണ്. അപ്പൊ അത് ബ്ലൂ റിബൺ എന്ത് ചെയ്തു? അവളുടെ കളർ എന്തായി മാറി? ബ്ലൂ കളറായി മാറി അല്ലേ. അതേപോലെ തന്നെ മാക്സ്, ലില്ലീസ് ബ്ലൂ റിബൺ മേഡ് ഹെർ റിസംബിൾ ദ സ്കൈ. അവളെ കാണാൻ ഇപ്പൊ എങ്ങനെയാണ്? ആകാശവുമായിട്ട് റിസംബിൾ, എന്ന് വെച്ചാൽ സാദൃശ്യം. റിസംബിളിന്റെ അർത്ഥം എന്താ? സാദൃശ്യം എന്നാണ് കേട്ടോ. ഇപ്പൊ അവളെ കാണാൻ ആകാശത്തിന്റെ നിറം എന്താ? ബ്ലൂ. അതേപോലെയായി ലില്ലിയും അല്ലെ. മാക്സസ് റെഡ് റിബൺ മേഡ് ഹിം ബീം ലൈക്ക് ദ സെറ്റിംഗ് സൺ. മാക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് റെഡ് കളർ റിബൺ ആയിരുന്നു. അതിപ്പോ കാണാൻ എങ്ങനെയാണ്? സെറ്റിംഗ് സൺ എന്ന് വെച്ചാൽ അസ്തമിക്കുന്ന സൂര്യന്റെ നിറം എന്തായിരിക്കും? ആ ചുവപ്പ് കളർ അല്ലെ. അപ്പൊ അതുപോലെയായി ഇപ്പൊ മാക്സ്. അതുപോലെ മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ദ ലുക്ക് ഓഫ് എ ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. അപ്പൊ ഒരു നല്ല പച്ചപ്പുള്ള ഒരു ഫോറസ്റ്റിന്റെ നിറമാണ് മിയക്ക് കിട്ടിയത്. മിയ എടുത്തത് ഗ്രീൻ റിബൺ ആയിരുന്നു. ലിയോസ് യെല്ലോ റിബൺ മേഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോ എടുത്തത് യെല്ലോ കളർ റിബൺ ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? അത് അവനെ എങ്ങനെയാക്കി മാറ്റി? അതെ, തിളങ്ങുന്ന ഒരു സൂര്യനെ പോലെയാക്കി മാറ്റി. ഷൈൻ ലൈക്ക് ദ സൺ. They danced and played. അവരെല്ലാരും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്നിച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. It looked like vibrant plumes of a peacock. അപ്പൊ അവരെല്ലാരും കൂടെ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്? അതെ, നമ്മള് പീകോക്ക്, മയിലിന്റെ പ്ലൂംസ് എന്ന് വെച്ചാൽ തൂവലാണ് കേട്ടോ, തൂവൽ. അപ്പൊ ആ തൂവലുകൾ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലെ വൈബ്രന്റ് ആയിട്ട്, അതായത് ആ തൂവലുകൾ നല്ല നിറയെ തൂവലുകളെല്ലാം കളർഫുൾ ആയിട്ട് നമ്മുടെ പീകോക്ക് നൃത്തം ചെയ്യുന്ന പോലെ അത്രയും മനോഹരമായിരുന്നു ആ കാഴ്ച എന്നാണ് ഇവിടെ പറയുന്നത്. What happened when they tied the ribbon around their body? അപ്പൊ അവരവരുടെ ശരീരത്തിന് ചുറ്റും ആ റിബൺസ് കെട്ടിയപ്പോൾ, ടൈ ചെയ്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? The color of the ribbon seemed to spread on their skin. അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺ ബ്രിങ് ഇൻ ദ പീപ്പിൾ? എന്ത് ചേഞ്ചസ് ആണ് അവിടെ കൊണ്ടുവന്നത്? ഇറ്റ് മേക്ക് ദം ഡിഫറെന്റ്. അതുവരെ എല്ലാവരും ഒരേ നിറമായിരുന്നു അല്ലെ. ഇപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ അവരെല്ലാവരും ഡിഫറെന്റ് ആയി മാറാൻ തുടങ്ങി. അടുത്തത്, walls of color. But soon a cold wind blew through the village. It started to change their appearances. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതെ, നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? ഒരു ചെറിയൊരു കാറ്റ് വീശി. അപ്പൊ ആദ്യത്തെ തവണ അവർ ടൈ ചെയ്തപ്പോൾ ചിലപ്പോൾ അവരുടെ സ്കിന്നിലായിരിക്കും ആ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, അവരുടെ ഡ്രസ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ ഇനിയാണ് പറയുന്നത് ബട്ട് സൂൺ, പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു തണുപ്പുള്ള ഒരു കാറ്റ് വീശി. അങ്ങനെ വീശിപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസസ്. അവരുടെ ഡ്രസ്സും ചേഞ്ച് ആവാൻ തുടങ്ങി അല്ലെ, ഡ്രസ്സിന്റെ കളറും ചേഞ്ച് ആവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്താണ് ഇപ്പോ? ഐ ആം ബ്ലൂ. ലില്ലി എടുത്തത് ഏത് കളറായിരുന്നു? ബ്ലൂ ആയിരുന്നു. അപ്പൊ ലില്ലി
പറയാണ് ഐ ആം ബ്ലൂ, ഞാൻ ഇപ്പൊ എന്തായി നീല നിറമായി അല്ലേ. അപ്പൊ മാക്സ് ഷൗട്ടഡ്, മാക്സ് എന്ത് പറഞ്ഞു, ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. വി ലുക്ക് സോ ഡിഫറെന്റ്, ലിയോ സെഡ് ഫ്രൈറ്റഡ്. ഫ്രൈറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ഭയന്നിട്ട്, ലിയോ പേടിച്ചിട്ട് പറയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഡിഫറെന്റ് ആയി എന്ന് പറയണം. അതായത് യെല്ലോ എടുത്തവരെല്ലാവരും യെല്ലോ കളർ ഡ്രസ്സായി, റെഡ് എടുത്തവരെല്ലാവരും റെഡ് കളറായി, ബ്ലൂ എടുത്തവരെല്ലാവരും ബ്ലൂ കളറായി, ഗ്രീൻ എടുത്തവരെല്ലാവരും ഗ്രീൻ കളറായി, ഒരു ഗ്രൂപ്പായി കേട്ടോ. The people, separated by colors, moved to different corners of the village. Max, with his red ribbon, told the one who had red ribbons, "We need to stick together." Lily, with her blue ribbon, said, "We need to stay safe." The green and yellow group did the same. Each built big walls around their corners. അങ്ങനെ എല്ലാവരും എന്താ different colors ആയി. The people, separated by colors, moved to different corners of the village. അപ്പോൾ ഒരേ നിറമുള്ളവരെല്ലാവരും എന്ത് സംഭവിക്കണം, വില്ലേജിന് ഓരോരോ ഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുക, ഓരോ കോർണേഴ്സിലേക്ക് മാറി. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ told the ones who had red ribbons, we need to stick together. അപ്പോൾ മാക്സ് അവൻ്റെ കയ്യിലുള്ളത് ഏതാണ്, റെഡ് റിബൺ ആണ് അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, എല്ലായിടത്തും പറയണം, റെഡ് റിബൺസ് ഉള്ള ആൾക്കാരോട് പറയുകയാണ് നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുന്നത്. വി നീഡ് ടു സ്റ്റിക്ക് ടുഗദർ. ലില്ലി വിത്ത് ഹെർ ബ്ലൂ റിബൺ സൈഡ്, അപ്പോൾ ലില്ലി അവളുടെ ബ്ലൂ റിബൺ ഉള്ള ആൾക്കാരോട് പറയുകയാണ് വി നീഡ് ടു സ്റ്റേ സേഫ്, നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുകയാണ്. ദി ഗ്രീൻ ആൻഡ് യെല്ലോ ഗ്രൂപ്പ്സ് ഡിഡ് ദ സെയിം. അതുപോലെ തന്നെ ഗ്രീൻ ഗ്രൂപ്പുകാരും യെല്ലോ ഗ്രൂപ്പുകാരും ചേർന്നു അവരും ഓരോ ഗ്രൂപ്പായി മാറി നിന്നു. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൌണ്ട് ദെയർ കോർണേഴ്സ്. അങ്ങനെ അവരെല്ലാം അവരുടെ വില്ലേജ് ഓരോരോ കോർണേഴ്സിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. കോർണർ എന്ന് വെച്ചാൽ ഓരോ ഭാഗങ്ങളിലേക്ക്. എന്നിട്ട് അവർ അതിര് പോലെ, അതായത് ഒരു രണ്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം, അവർക്ക് അവരുടെ ബിഗ് വാൾസ്, വലിയ വാളുകൾ, വലിയ ചുമരുകൾ കെട്ടി അവരുടെ കോർണേഴ്സ്, അവരുടെ ഭാഗങ്ങൾ അവർ തിരിക്കുകയാണ്. റെഡ് ഗ്രൂപ്പ് വേറെ, യെല്ലോ ഗ്രൂപ്പ് വേറെ, ഗ്രീൻ ഗ്രൂപ്പ് വേറെ, അങ്ങനെ വേറെ തിരിക്കാൻ വേണ്ടി അവർ വലിയ മതിലുകൾ കെട്ടി. Why did the people build big walls around? എന്തിനാണ് അവർ വലിയ വാൾസ്, വലിയ ചുമരുകൾ കെട്ടിയത്, എന്തിനായിരുന്നു? Because they form different groups based on their color. Do you agree with their decision? Why? നിങ്ങൾ അവരുടെ ഡിസിഷൻ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇന്ന ഗ്രൂപ്പുകാരൊക്കെ ഒരു ഗ്രൂപ്പ്, ഇന്ന കളറൊക്കെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രീൻ കളറൊക്കെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ അവർ സെപ്പറേറ്റ് ആവാൻ അവർ തീരുമാനിച്ചു. ആ ഡിസിഷനോട്, ആ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, നോ. ബിക്കോസ് their decision destroyed their unity. കാരണം എന്താ, അവരുടെ ആ തീരുമാനം അവരുടെ ഒത്തൊരുമയാണ്, അവരുടെ യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇല്ലാതാക്കിയത് അല്ലേ. നെക്സ്റ്റ് പേജ്, എ ട്രബിൾ അൺഫോൾഡ്. പിന്നീടാണ് ഒരു പ്രശ്നം വന്നത്. അതെന്താണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഇവർ കെട്ടിയ വാൾസ് കാണുന്നില്ലേ, ചിത്രത്തിൽ കാണുന്നില്ലേ, നാല് ഗ്രൂപ്പുകാർ കെട്ടിയ വാൾസ് ആണ് ഇവിടെ കാണുന്നത്. ഡേയ്സ് പാസ്ഡ്, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ട് താമസിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ റെഡ് ഗ്രൂപ്പിന്റെ കയ്യിൽ എന്തുണ്ട്, വാട്ടർ ഉണ്ട്, ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ എന്തില്ല, ബട്ട് നോ ഫുഡില്ല. ഐ ആം ഹംഗ്രി, മാക്സ് കംപ്ലൈൻ. അപ്പൊ മാക്സിന്റെ കയ്യിലായിരുന്നു അല്ലേ റെഡ് റിബൺ ഉണ്ടായിരുന്നത്, മാക്സിന്റെ ഗ്രൂപ്പിനാണ്. അപ്പൊ മാക്സ് നിലവിളിച്ച് പറഞ്ഞു, മാക്സ് കംപ്ലൈൻ ചെയ്യാണ് കേട്ടോ, ഐ ആം ഹംഗ്രി, എനിക്ക് വിശക്കുന്നേന്ന് പറയാണ്. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ്. ബ്ലൂ ഗ്രൂപ്പിന്റെ കയ്യിൽ എന്തുണ്ട്, ഫുഡ് ഉണ്ട്, ഭക്ഷണമുണ്ട്. ബട്ട് നോ വാട്ടർ, പക്ഷെ ആവശ്യത്തിനുള്ള വെള്ളമില്ല. അവർക്കപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക, ദാഹമായിരിക്കും അല്ലേ. ഐ ആം തേഴ്സ്റ്റി വെച്ചാൽ ദാഹം, തേഴ്സ്റ്റി. ലില്ലി സെഡ്, ലില്ലി എന്ത് പറഞ്ഞു, ഐ ആം തേഴ്സ്റ്റി എന്ന് പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ്. ഗ്രീൻ ഗ്രൂപ്പിന്റെ കയ്യിൽ എന്തുണ്ട്, വിറകുണ്ട്. ബട്ട് നോ ഷെൽട്ടർ, പക്ഷെ അവർക്ക് എന്തില്ല, ഷെൽട്ടർ ഇല്ല. ബി ആർ വെറ്റ്, ഞങ്ങൾ നനഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആര് പറയാണ്, ഗ്രീൻ ഗ്രൂപ്പ് പറയാണ് അല്ലെ. മി ആർ റിപ്പോർട്ടഡ്. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ. യെല്ലോ ഗ്രൂപ്പിന് എന്തുണ്ട്, ഷെൽട്ടർ ഉണ്ട്. ബട്ട് നോ ഫയർവുഡ്, പക്ഷെ അവരുടെ കയ്യിൽ എന്തില്ല, ഫയർവുഡ് ഒന്നുമില്ല. ഐ ആം കോൾഡ്, അതുകൊണ്ട് തന്നെ വളരെയധികം തണുപ്പാണ്. ഐ ആം കോൾഡ്. ലിയോ ഷിവർഡ്, ലിയോ വിറച്ചുകൊണ്ട് എന്ത് ഷിവർ ചെയ്യുന്ന, വിറയ്ക്കുക, തണുത്തിട്ട് വിറച്ചുകൊണ്ട് പറയണം ഐ ആം കോൾഡ് എന്ന് പറയണം. ദ ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് എ കോറസ്. അപ്പൊ അവരവരുടെ നിലവിളികൾ അവിടെ എങ്ങനെയാണ്, ഒരു കോറസ് പോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾസ് എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ആ വില്ലേജിലോട്ട് ആര് വരുന്നത്, ഒരു അപരിചിതൻ. സ്ട്രേഞ്ചർ എന്ന് വെച്ചാൽ അപരിചിതനാണ് കേട്ടോ, അപരിചിതൻ കടന്നു വരികയാണ്. അയാൾ എന്നിട്ട് ചോദിക്കുകയാണ്, വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്? നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഒളിച്ചിരുന്നു കൊണ്ട് നിലവിളിക്കുന്നത്? ഹൈഡ് ചെയ്യുക വെച്ചാൽ ഒളിച്ചിരുന്നു കൊണ്ട് എന്തിനാണ് നിലവിളിക്കുന്നത്, അങ്ങനെ ചോദിക്കുകയാണ്. അവിടുത്തെ ചോദ്യം എന്താ, വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളർ ഗ്രൂപ്പ് ഫേസ്? എന്താണ് ഓരോ ഗ്രൂപ്പുകാരും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു? ദ റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. നെക്സ്റ്റ് പേജ്, പാത്വേ ടു യൂണിറ്റി. We live only with those of our color.
Someone replied, "We need to survive." Lily spoke up. "We need water," the blue group said loudly. "Who will bring us food?" the red group asked. "Shelter is essential for us," the green group said. "We need warmth," the yellow group shouted. അപ്പോൾ എന്താ പറയണത്? ആരോ ഒരാൾ പറയുകയാണ്. അപ്പോൾ ആ സ്ട്രേഞ്ചർ ചോദിച്ചപ്പോൾ ആ സ്ട്രേഞ്ചറിന് മറുപടി കൊടുക്കുകയാണ്. "വി ലിവ് ഓൺലി വിത്ത് ദോസ് ഓഫ് അവർ കളർ." ഞങ്ങൾ ഞങ്ങളുടെ അതേ നിറത്തിലുള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലില്ലി പറയാണ് "വി നീഡ് ടു സർവൈവ്." അപ്പോൾ ലില്ലി ഉറക്കെ പറയാണ്. എന്താ പറയണത്? നമുക്ക് എന്ത് ചെയ്യണം? സർവൈവ് ചെയ്തേ പറ്റൂ. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് വന്ന് ജീവിച്ചേ പറ്റൂ. "We need water," the blue group said loudly. അപ്പോൾ ബ്ലൂ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉറക്കെ പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളം വേണം എന്ന് പറയാണ്. "Who will bring us food?" the red group asked. അപ്പോൾ റെഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് ചോദിക്കുകയാണ്? ഞങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരിക? അപ്പോൾ ഗ്രീൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു? "ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ us." ഞങ്ങൾക്ക് ഷെൽട്ടർ അത്യാവശ്യമാണെന്ന് പറയുകയാണ്. അത് കേട്ട് യെല്ലോ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ് "വി നീഡ് വാംത്ത്." ഞങ്ങൾക്ക് ചൂടാണ് ആവശ്യം. അതായത് അവർക്ക് ഷെൽട്ടർ ഇല്ല, അപ്പൊ തണുപ്പാണ്, അപ്പൊ നല്ല ചൂട് ആവശ്യമാണെന്ന് യെല്ലോ ഗ്രൂപ്പ് പറയുകയാണ്. "They all panicked." അവരെല്ലാവരും ഭയങ്കര പാനിക്കാണ്. എന്താ പാനിക് എന്ന് വെച്ചാൽ പരിഭ്രാന്തരാവുക. അവരെല്ലാവരും പരിഭ്രാന്തരായിരുന്നു. "And they hopefully looked at the shining eyes of the stranger." അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യാണ്? അതെ, എന്താണ് സ്ട്രേഞ്ചറിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അല്ലെ. ഹോപ്പ്ഫുള്ളി എന്ന് വെച്ചാൽ പ്രതീക്ഷയോട് കൂടെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. "He smiled gently and advised." അപ്പൊ അയാൾ ചിരിച്ചുകൊണ്ട് അവർക്ക് ഒരു ഉപദേശം കൊടുക്കണം. അഡ്വൈസ് കൊടുക്കുക പറഞ്ഞാൽ ഉപദേശം കൊടുത്തു. "Share what you have, you will be happy." നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ അപ്പോൾ എന്തായിരിക്കും? ഹാപ്പിയായി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് അയാൾ പറഞ്ഞു. "Share," asked the people together. ഇത് കേട്ടതും അവരെല്ലാവരും ഒന്നിച്ച് പറയണം, ഷെയർ ചെയ്യുക. എന്താ ഷെയർ ചെയ്യുക വെച്ചാ? പങ്കിടുന്നതോ? "We cannot," they said firmly. അപ്പൊ അവര് എല്ലാവരും ഉറച്ച് എന്ത് പറയാണ്? ഞങ്ങൾക്കൊണ്ട് അത് പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിറത്തിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. അവർ ഒന്നിച്ച് പറയുകയാണ് കേട്ടോ. The stranger smiled and said. ഇത് കേട്ട സ്ട്രേഞ്ചർ ചിരിച്ചുകൊണ്ട് എന്ത് പറയാണ്? "Sharing is the only way." ഷെയറിങ് മാത്രമാണ് ഒരേ ഒരു വഴി. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഇല്ലാതാവാൻ, നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ ഇപ്പോൾ ഒരേ ഒരു വഴി എന്താ? ഷെയറിങ് മാത്രമാണെന്ന് സ്ട്രേഞ്ചർ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം അവര് ഷെയറിങ് തയ്യാറായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഇവിടെ ചോദ്യം എന്താ? "Why did the people refuse to share their things?" എന്തുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്യാൻ, അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർ മടിക്കുന്നതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? "Because they are ready to live only with those of their color and they don't know that sharing is the only way to overcome scarcity." Scarcity എന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ടാവുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഇല്ലായ്മ അല്ലെ. ഇപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി, വെള്ളമില്ല ചില ഗ്രൂപ്പിന്, ചില ആൾക്കാർക്ക് ഫുഡ് സ്കേഴ്സിറ്റി, ഭക്ഷണമില്ല. അപ്പോൾ അവരുടെ ആ പ്രശ്നത്തിന് അത് ഓവർകം ചെയ്യാൻ എന്താണ് ഷെയറിങ് മാത്രമുള്ള ഒരേ ഒരു വഴി അവർക്ക് അറിയില്ല. അടുത്ത ചോദ്യം, "What was a stranger's advice?" സ്ട്രേഞ്ചർ എന്താണ് അവർ അഡ്വൈസ് ചെയ്തത്? എന്താണ്? "Sharing is the only way." ഷെയറിങ് മാത്രമാണ് ഒരേ ഒരു വഴി. "If they don't listen to the stranger's advice, what might happen?" ഇപ്പൊ അവർ ആ സ്ട്രേഞ്ചറിന്റെ അഡ്വൈസ് അവർ കേട്ടില്ലെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോവുക? "If they don't listen to the stranger, the scarcity problem increase and they can't leave, which lead to their death." അങ്ങനെ ആ സ്കേഴ്സിറ്റി പ്രോബ്ലം ഇപ്പൊ അവിടെ ഉള്ള അവരുടെ പലതും അവർക്ക് ഇല്ല അല്ലെ. അപ്പൊ ആ ഇല്ലായ്മകളെല്ലാം കൂടി വരും, അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല, അവസാനം അവരെന്ത് ചെയ്യും? മരിക്കേണ്ടതായിട്ട് വരും. ലാസ്റ്റ് സെക്ഷൻ, ഡാൻസ് ഓഫ് കളേഴ്സ്. The villagers looked at each other. അങ്ങനെ ഇത് കേട്ടിട്ട് വില്ലേജേഴ്സ് എന്ത് ചെയ്യണം? പരസ്പരം നോക്കുകയാണ്. They thought for a while. കുറച്ച് നേരം അവരിങ്ങനെ ചിന്തിച്ചു. Slowly they began to share what they had. അങ്ങനെ പതുക്കെ അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. Then a miracle happened. അപ്പോഴാണ് എന്തോ ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചത്. Everyone got everything they needed. അങ്ങനെ എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ലഭിച്ചു. Slowly happiness began to spread in the entire village. അങ്ങനെ പതുക്കെ അവിടെ എന്ത് തിരിച്ചു വരികയാണ്? പഴയ സന്തോഷമൊക്കെ തിരിച്ചു വന്നു. They pulled down their walls and combined their ribbons. അങ്ങനെ അവർക്ക് ചുറ്റും ഓരോ ഗ്രൂപ്പിന് ചുറ്റും കെട്ടിയിട്ടുള്ള വാൾസ്, വലിയ മതിലുകളെല്ലാം അവർ പൊളിച്ചു മാറ്റി അവരുടെ എല്ലാ റിബൺസും അവർ ഒന്നിച്ച് കെട്ടുകയാണ്. All the ribbons together turned into a beautiful rainbow. അങ്ങനെ എല്ലാ റിബൺസും കൂടെ ഒന്നിച്ച് ചേർന്ന് എന്തായി മാറുകയാണ്? ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു റെയിൻബോ ആയിട്ട് മാറുകയാണ്. The people looked at the rainbow and danced, calling themselves the rainbow people. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും the people looked at the rainbow. എല്ലാവരും അവർ റെയിൻബോ നോക്കുകയാണ് കേട്ടോ. പുതിയതായി വന്ന റെയിൻബോ നോക്കി, ആ ബ്യൂട്ടിഫുൾ ആയിട്ട് റെയിൻബോ നോക്കി അവർ ഡാൻസ് ചെയ്യാണ്. അവരെ തന്നെ കോൾ ചെയ്യുക, അവരെ തന്നെ എന്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യണം, എന്ത് പറഞ്ഞ് വിളിക്കുകയാണ്? ദ റെയിൻബോ പീപ്പിൾ എന്ന് പറയാണ് അല്ലേ. The rainbow ribbon became a symbol of their newly found
ന്യൂലി ഫൗണ്ട് യൂണിറ്റി ആൻഡ് ജോയ്. അങ്ങനെ പുതിയതായി വന്ന ആ റെയിൻബോ റിബൺ എന്തിന്റെ സിമ്പിളായി മാറി, എന്തിന്റെ ചിഹ്നമായി മാറുകയാണ്? അവർ പുതിയതായി അവർ ഫൗണ്ട് ചെയ്ത ആ ഒരു ഒത്തൊരുമയുടെയും ആ ഒരു സന്തോഷത്തിന്റെയും ഒരു സിമ്പിളായിട്ട് മാറുകയാണ് ആ റെയിൻബോ റിബൺ. ദ വാം ബ്രീസ് റിട്ടേൺഡ് ആൻഡ് ദ റെയിൻബോ പീപ്പിൾ ഫെൽറ്റ് ഹാപ്പി. അങ്ങനെ ആ പഴയ ആ ഒരു ഇളം കാറ്റൊക്കെ തിരിച്ചു വരികയാണ്. അവരുടെ വില്ലേജിൽ ആ സന്തോഷം വന്നപ്പോൾ ആ കാറ്റൊക്കെ തിരിച്ചു വന്നു. അവർക്ക് ഒരുപാട് റെയിൻബോ പീപ്പിൾസിന് ഒരുപാട് സന്തോഷമായി. ദേ ലിവ്ഡ് ടുഗദർ ഇൻ ഹാർമോണി. അങ്ങനെ അവർ ഒന്നിച്ച് ഒത്തൊരുമയോട് കൂടെ അവരെന്ത് ചെയ്തു? ആ ഗ്രാമത്തിൽ താമസിച്ചു, ജീവിച്ചു. ഇതാണ് നമ്മുടെ കഥ. കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? കാരോലിൻ ആസ്കർ ആണ് കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പീപ്പിളിന്റെ കഥ ഇഷ്ടമായില്ലേ? ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ? വില്ലേജസ് പുള്ളിഡ് ഡൗൺ ദെയർ വാൾസ്, വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വില്ലേജസ് എന്ത് ചെയ്യണം? ആ ഗ്രാമവാസികൾ അവർക്ക് ചുറ്റുമുള്ള മതിലുകൾ പൊളിച്ചു മാറ്റി. അടുത്ത എന്ത് സംഭവിച്ചു? All the ribbons together turned into a beautiful rainbow. The people looked at the rainbow and danced, calling themselves the rainbow people. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കഥ. എല്ലാ കൂട്ടർക്കും കഥ ഇഷ്ടമായോ? നമ്മുടെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കഥയായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ സെക്ഷൻ നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പം നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ, താങ്ക് യു.